വലിയ മുറിയോ? ഇതെവിടുന്ന്? ഈ കോഴ്സുമ്പോ തട്ടിയത് അവിടുന്ന്. ഞാൻ കുറച്ചുകൂടി വെച്ചിരിക്കുന്നു. അയ്യോ അയ്യോ അയ്യോ, ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ എങ്ങനെ എവിടെ ആയിക്കൊന്നും എന്തോ പ്രോബ്ലം ഉണ്ട്. അത് വേണ്ട. നോക്കുണ്ട് കുട്ടിക്ക് ഫസ്റ്റ് മീറ്റം പേപ്പർ കിട്ടിയിരിക്കുന്നു. ഫോട്ടോ എടുക്ക്. ഹിന്ദി മാത്രം കിട്ടിയിട്ടില്ല, നാളെ കിട്ടും തോന്നുന്നു. എല്ലാത്തിലും A+. അണ്ണാ ഞാൻ കാണിക്കൂട്ടോ. ഈ ഡ്രസ്സ് ഇല്ലാതെ ഇരിക്കാണോ ഉണ്ടോന്നൊന്നും ഞാൻ അച്ഛൻ നോക്കൂല. നേരെ കാണിച്ചു കൊടുക്കും എല്ലാവർക്കും. എന്നിട്ട് അച്ഛന്റെ മുണ്ട് പൊക്കുക. ഇതൊക്കെ പറയല്ലേ. വികൃതി വാവ. ചിരിച്ചുകൊണ്ടിരിക്കാൻ ആഗ്രഹമുണ്ട്, ചിരിച്ചുകൊണ്ടിരിക്കണം, പക്ഷെ പറ്റുന്നില്ല. മലയാളിയാണോ എന്നൊരു ചോദ്യം ചോദിച്ചു. ആ ആള് തന്നെ അല്ലാന്ന് പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. പാവക്കുട്ടി ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്, ജർക്കിനിട്ടുകൊണ്ടിരിക്കുകയാണ്. വെയിലിനുള്ളത് സമയത്തിന് ഇറങ്ങിയല്ലോ. ഇറങ്ങിയാ? അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ടോ? ഏ 6 എത്താറായാലും കുഴപ്പമില്ല, 8:50 എത്തിയാലും മതി. ചത്താ നല്ല രസമുണ്ട് കേട്ടാ, നല്ല രസമുണ്ട് ചത്ത. അവിടെ പാമ്പൊക്കെ ഉണ്ടാവും മുത്തേ, അമ്മ പറഞ്ഞിട്ടില്ലേ ഇപ്പൊ പോണ്ടെന്ന്. ഇങ്ങോട്ട് വാ, അമ്മ ശരിയാക്കി തരാം. എന്താണ് അവിടെ? ഒരു മിനിറ്റ് ഒഴിവ് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ പണി. ഇത് മുളച്ചെല്ലാം, ആ മുളച്ച മുളയൊക്കെ കഴിക്കണം എന്നാ പറയാ. അതൊക്കെ സത്താണ് പറയാ. ആണെന്നേ. സ്കൂളിൽ കുട്ടീനെ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വന്ന് കമ്പ്യൂട്ടറിന്റെ മുകളിൽ കയറി അവര് കയറ്റാണ്. പിന്നെ അതിന്റെ മുകളിൽ നിന്ന് ഇറങ്ങണത് ഇപ്പോഴാണ്. 1:30 മണി നേരെ. ഇനി വല്ലതും കഴിക്കണ്ടേ? മാത്രമല്ല കുറച്ചു നേരം കൂടി വർക്ക് ചെയ്തതിനു ശേഷം കുട്ടീനെ 3 മണിക്ക് പിക്ക് ചെയ്യാൻ പിന്നെയും പോകണം. ഇതാണ് ഇപ്പോൾ ഒരു സാധാരണ ഡെയിലി ലൈഫ്. ഇപ്പോൾ 1:30 മണിയായി. അമ്മ കുളിക്കാൻ പോയിരിക്കുകയാണ്, വരാറായി. ഇതാണ് അമ്മൂൻ്റെ കറി. ഇതെന്താ മത്തൻ കറിയാണെന്നാണ് തോന്നുന്നത്. കണ്ടിട്ട് നല്ല ഉഷാറൊക്കെ ഉണ്ട്, കഴിക്കുമ്പോൾ അറിയാം. ടേസ്റ്റ് ഉണ്ടോ നോക്കട്ടെ. സംഭവം കൊള്ളാട്ടോ, സംഭവം ടേസ്റ്റ് ഉണ്ട്. എന്താണ് ഇഞ്ചി അടിച്ച പരങ്ങനെ പോലെ ഇരിക്കണേ? ഇന്നെന്താ പുതിയ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ പറഞ്ഞിട്ട് കാര്യമില്ലാത്ത? എന്താ? ഒന്നുമില്ല. അതെ, എനിക്ക് ബാത്റൂം കഴുകണ പണിയുണ്ട്. എനിക്ക് പ്രശ്നമുണ്ടല്ലോ, അതിന് 6 ബാത്ത് എടുക്കുന്നുണ്ട് ചുടുവെള്ളത്തില്. അങ്ങനെ കുറച്ച് ഇത് പണിയുണ്ട്. അടിച്ചു വരണം, എല്ലാം കൂടി കഴിയുമ്പോൾ കുറച്ച് റെസ്റ്റൊക്കെ വേണം. അപ്പം ഈ 1:30 തന്നെ വരാൻ പറ്റുള്ളൂ കഴിക്കാൻ. ഇപ്പോൾ 1 മണിക്ക് ഒന്ന് വരണം പറഞ്ഞാൽ തനിങ്ങൾ കഴിച്ചോളി. ഞാൻ വെറുതെ ഇരിക്കുന്നത്, എന്ത് ക്ഷീണമുണ്ട്, എൻ്റെ ബോഡി ഫുള്ള് പെയിൻഫുള്ളാണ്. ഇത്രയും പണി എടുത്തിട്ടാണ് പിന്നെ ഞാൻ വരുന്നത്, അല്ലാതെ വെറുതെ കുളിച്ച് കയറി വരെയല്ല. അത്രയും പണിയുണ്ടായിരുന്നു, ബാത്റൂം കഴുകൽ എല്ലാം ഉണ്ടായിരുന്നു. ഞാനും ചെയ്യണ്ടേ, ആരും ഇല്ലല്ലോ ചെയ്യാൻ. നിങ്ങൾ കഴിച്ചോളാം, വിഷന്നാൽ എല്ലാം കാക്കണ്ട, ഞാൻ കഴിച്ചോളാം. കലിപ്പാണ് ഗൈസ്, ഇന്നേക്ക് കലിപ്പാണ്, ഫുള്ള് കലിപ്പിലാണ്. എനിക്ക് കലിപ്പൊന്നും ഇല്ലേ, ഇന്ന് ഫുള്ള് കലിപ്പിലാണ്. വന്ന് രാവിലെ ഒരു ഇതും ഇല്ലായില്ലേ, ഇപ്പം അങ്ങോട്ട് അങ്ങോട്ട് നമ്മളെ ആക്കണം. വിഷ്ണ കഴിച്ചോളൂ, വീഡിയോ എടുത്തിട്ട് കഴിച്ചോളൂ. എന്താണ് എന്നും 2-2:15 കഴിക്കണേ? ഇന്ന് അതുകൊണ്ടാണ് നേരത്തെ ആയത്. 1:30 അതെ, 1:30 പറഞ്ഞ 1:30 ആയിട്ടില്ല. എനിക്ക് റെസ്റ്റ് വേണം, എനിക്ക് സമയത്തിന്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അടിച്ചു വരിക്കോളൂ, എല്ലാം ചെയ്തോളൂ. ഞാൻ സമയത്ത് കറി സൂപ്പർ ആയിട്ട് കേട്ടോ, നല്ല പൊളി ടേസ്റ്റ് ആണ്. ഇതങ്ങനെ പറഞ്ഞാൽ ഞങ്ങളേ അലിയുമല്ലോ, എൻ്റെ അടുത്ത് നടക്കില്ല. ഒരു പരിപാടി ഇതിൻ്റെ അടുത്ത് നടക്കില്ല. നമ്മളെ കാട്ടിലും വലിയ ഫ്രോഡാണ്. എന്ത് കറക്റ്റ് അല്ലേ? ഞാൻ ഫ്രോഡൊന്നുമല്ല. വർക്കൊക്കെ നിർത്തി ഇനി നേരെ കുട്ടീനെ കൂട്ടിക്കൊണ്ടുവരാൻ പോട്ടെ. 3 മണി ആവാറായി. മാത്രമല്ല പോരുന്ന വഴിക്ക് ചെറിയ ഷോപ്പിംഗ് ഉണ്ട്. അവനും കൂട്ടിയിട്ട് ഷോപ്പിംഗ് മാളൊക്കെ ഒന്ന് മൊത്തം കറങ്ങിയിട്ട് വരാം. വന്നതിന് ശേഷം എനിക്ക് പണിയുണ്ട്, ഇവിടെ നിർത്തിയിട്ടിട്ട് ഞാൻ പോവുകയാണ് ഇപ്പോൾ തൽക്കാലത്തിന്. നമുക്കെല്ലാം നടക്കണമല്ലോ ഒരേ ടൈമിൽ. ഇതിപ്പോൾ വെണ്ടക്കാരിഞ്ഞ് ഉണ്ടാക്കണേ? എനിക്കറിയില്ല, മുറിച്ചേക്കാൻ പറഞ്ഞു. മുറിച്ചേക്കാറോ? എന്താ ഇത്ര ആവശ്യം? സാമ്പാർ ഉണ്ടാക്കാൻ പ്ലാൻ ഉണ്ടോ, അതോ നാളേക്ക് ഉപ്പേരിയാണാവോ? ഉപ്പേരിയാവൂല്ലേ? ഞാൻ പോട്ടെ, കുട്ടീനെ കൊണ്ടുവരാം. നിങ്ങളെ മരുന്നൊക്കെ വാങ്ങാണ്ടല്ലോ, കടയിലൊക്കെ കയറിയിട്ട് പതുക്കെ വരുള്ളൂ കേട്ടോ. അതൊന്നും ശരിയാവില്ല. ആര് വന്നതാ? തമിഴ് മിസ്സാ? കടയിൽ പോവാ? അതിലുണ്ടോ? എന്താ അതില്? പെൻസിലാ? ഇതെവിടുന്ന് കിട്ടിയതാ? കുട്ടി സ്വത്തന് എൻ്റെ ഇഷ്ടല്ലേ? 4:30 ആയപ്പോഴേക്ക് പാവക്കുട്ടിയും അച്ഛനും വീട്ടിലെത്തി. പച്ചക്കറി, ഫ്രൂട്ട്സ്,
കുറേ സാധനങ്ങൾ മേടിച്ചു അല്ലേ? ബേക്കറി സാധനങ്ങൾ. ഇതാ 10 മണിക്ക് ബിസ്ക്കറ്റ്, പാല്, എല്ലാ സാധനങ്ങളും ഉണ്ട്. ആ എന്തിനാണ് എല്ലാവർക്കും ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ്? എല്ലാവർക്കും ബിസ്ക്കറ്റ് 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 എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ വേണ്ടേ അല്ലേ? എല്ലാവർക്കും കൊടുത്തിട്ട് എല്ലാവർക്കും കൊടുത്തിട്ട് ഞാനാ തരാതെ. ഓളല്ലേ ഇപ്പൊ എല്ലാവർക്കും കൊടുക്കുക. എന്തിനാ ചീത്ത പറയണ മുത്തശ്ശീന്? എന്നും ബസ്സിക്ക് ബിസ്ക്കറ്റോ ആ ബിസ്ക്കറ്റ് തിന്നാൻ ആഗ്രഹം ഉണ്ടാവില്ലേ? അതല്ല പറഞ്ഞേ. ഈ അച്ഛന്റെ കയ്യിലത്തെ പെൻസിൽ ബിസ്ക്കറ്റോ? അത് ബിസ്ക്കറ്റാണ് ഇടുകൊണ്ടാ. അല്ല ബിസ്ക്കറ്റ് അല്ല പെൻസിലാണ്. അല്ലല്ല കണ്ടില്ല നിങ്ങളെ പെൻസില് പറഞ്ഞാലും മനസ്സിലാവില്ല പെൻസിലാണെന്ന്. എനിക്ക് വേണമെങ്കിലും ഉണ്ടോ? ഞാനുണ്ടൊരു മുത്തശ്ശിയില്ലേ? ഇത് പെൻസിലാണോ ബിസ്ക്കറ്റ് ആണോ? രണ്ട് മുത്തച്ചോളായ തന്നെ. ആ കൊണ്ടുപോ വിക്കറ്റ് തന്നില്ലല്ലോ, മുട്ടായി തന്നില്ലല്ലോ. പഞ്ഞനെ കുത്തി പോണം. ആ കുഞ്ഞനെ കുത്തേ എന്താ ലേറ്റ് ആയിട്ട് തന്നെ? എന്താണ്? ഞങ്ങളുടെ സംസാരമൊക്കെ കഴിഞ്ഞു. ഞാനൊന്ന് കുളിക്കാൻ പോയതാണേ. വേർത്ത് കുളിച്ചിട്ടല്ലേ വരണേ. എന്താ ഇവിടെ കയറ്റിക്കൊണ്ടിരിക്കണേ? ഞങ്ങൾ ചോക്ലേറ്റ്, എനിക്ക് ബിസ്ക്കറ്റ് തന്നു. അപ്പൊ വാവയ്ക്ക് ഇതൊന്നും വേണ്ടയോ? അമ്മ പാവിച്ചിട്ട് വെക്കുന്നതാ. ഇത് എന്തിനാ വാവയ്ക്ക് തന്നേ? വാവ നല്ല മാർക്ക് മേടിച്ചിട്ട് തന്നതാണോ പരീക്ഷയില്? അല്ല, പിന്നെ 2 ഹോംവർക്ക് വെച്ചിട്ടുണ്ട്, അന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അത് എഴുതിയിട്ട് പെൻസിൽ തന്നതാ. വാവ്. ഹോംവർക്ക് എഴുതി അങ്ങനെയൊക്കെ ചെയ്യോ? എൻകറേജ്മെന്റിന് ചെയ്യും ചെറിയ പിള്ളേരെ ടീച്ചേഴ്സൊക്കെ. ഉം. ഞങ്ങളും കൊടുക്കുമല്ലോ. ഫസ്റ്റ് ആദ്യം സമ്മ ഇടണോ, അവർക്ക് എന്തെങ്കിലും പെൻസിലോ എന്തെങ്കിലുമൊക്കെ ഞാനും കൊടുത്തിട്ടുണ്ട്. ശരി, ഈ പല്ല് വെച്ചിട്ട് പൊട്ടിക്കണോക്കാം ആ മിഠായി. ഓട്ടപ്പല്ലിയാണെങ്കിൽ സ്ട്രോങ് പല്ലാണല്ലോ. പറയില്ല, പാവ ഓട്ടപ്പല്ലി പാവല്ല ചൊത്തൻ. നീ എന്താ ചെയ്യണേ? ബിസ്ക്കറ്റ് കൊടുക്കണം. ആർക്ക്? മുത്തശ്ശിക്കുള്ള തന്നെ. ഏയ്ഷ്, എന്തൊരു ഡീസന്റ് കുട്ടി. മതി അമ്മ. അധികാക്കണ്ട കേട്ടോ, ഷുഗർ കൂടണ്ട, ശ്രദ്ധിച്ചോണ്ടോ. ഞാൻ 2 കഴിക്കുള്ളൂ ക്രേവിങ്സിന്. വലിയ മുറിയോ? ഇതെവിടുന്ന്? ഈ കൊളസുമ്പോ തട്ടിയത് അവിടുന്ന്. ഞാൻ കുറച്ചുകൂടി വെച്ചിരിക്കുന്നു. ഈശ്വരാ, ഇതെപ്പോ? ഈ കൈ കാലിൽ നിന്ന് നോക്കാം ഒന്നിച്ചിരിക്കുന്നതാണ്. അമ്മ ഇത് വെച്ചിട്ടേ അമ്മ നോക്ക, ഞങ്ങളുടെ നടക്കുന്നു കേട്ടോ. ഞങ്ങളുടെ നടക്കുമ്പോ ഇവിടുത്തെ കൊലുസ് ഇങ്ങനെ തട്ടി. ഈ കൊലുസ് ഇങ്ങനെ തട്ടിപ്പോ അവിടെ പോയി. എനിക്ക് അറിയണില്ല, ഇതില് കുത്താൻ മാത്രം ഒന്നുമില്ല. ഇത് എവിടെ ഇടിച്ചറിയണില്ല. കട്ടിൽമേൽ ഇറങ്ങി പോണു. ഇത് മാത്രം നോക്ക്. ഇത് ഇന്നലെ വാങ്ങിച്ച കൊലുസ് ഇന്നിങ്ങനെ കളറും ഇത്ര ഇതായി പോയി, കാല് ഗ്രീൻ ആവുന്നുണ്ട്. എനിക്ക് അങ്ങനൊന്നും ഇല്ലല്ലോ. ഇത് പക്ഷെ പോളിഷ്ടാണ്. ഇനി അവർക്ക് പോളിഷ് തന്നെ വാങ്ങിച്ചു കൊടുക്കാം. ദൈവമേ, എത്ര വലിയ മുറിയാ നോക്കിയേ. സാരില്ല, പോട്ടെ, അതിനെ പേടിപ്പിക്കണ്ട. അത്ര വല്ലതൊന്നും ആയിട്ടില്ല. മഞ്ഞൾ തട്ടിട്ടായി. പാവക്കുട്ടിക്ക് പേടിയൊന്നുമില്ല. നേറുണ്ടെങ്കിൽ വേദന സഹിക്കുന്ന പാവക്കുട്ടിയത്. അയ്യോ അയ്യോ അയ്യോ, ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ എങ്ങനെ എവിടെ ആയിക്കൊന്നും എന്തോ പ്രോബ്ലം ഉണ്ട്. അത് വേണ്ട തൽക്കാലം. ഇങ്ങനെ പറഞ്ഞ നാണൊന്നും ആക്കില്ല. കരയാത്ത കുട്ടി നാണ. കരയാത്ത കുട്ടിയെ നാനാന്ന് മുത്തശ്ശിയുടെ മരുന്ന് വേണ്ട. പിന്നെ ഏതാ വേണ്ടേ? ഏതാ വേദനക്കില്ലടി? എന്റെ ഈ സ്ഥിരം തേക്കണം മരുന്ന് തന്നെയാണ്. എന്താ വേദനക്കില്ല, അത് മുറിയേണ്ട വേദനയാ. ഇത് തേച്ചിട്ട് വേദനക്കൊന്നുമില്ല. സത്യം, അത് തേച്ചാ വേദനക്കൊന്നുമില്ല. ആ കട്ടിലിന് എവിടെ ഇടിച്ചോ? സൂപ്പർ സൂപ്പറായിട്ട് തേച്ചല്ലോ. വേദനക്കില്ല പറഞ്ഞില്ലേ? എന്ത് പറയുന്നേ? ഇന്നലെയാ മിഞ്ഞാന്ന് ഉണ്ടായിട്ടോ സംഭവം. അവേ അമ്മയ്ക്ക് അതൊരു വെച്ച് തരുമോ അവയെന്ന് പറഞ്ഞപ്പോൾ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു
ശരി പാവം വാവ വരുന്നു, അമ്മ വെച്ചോളാം വെച്ചിട്ട് ഞാൻ വെച്ചു. ഹാളില് എന്തോ ബോട്ടിലോ എന്തോ ഉണ്ട്, ഒന്ന് കൊണ്ടുപോവാ വാവേന്ന് പറഞ്ഞു. അപ്പോഴവള് അപ്പം അമ്മ പറഞ്ഞു ശരി വാവേ, പാവം എത്രയാ വാവ ചെയ്യുന്നത്, അമ്മ തന്നെ ചെയ്തോളാം, അത്ര ഹെൽപ്പ് ചെയ്യുന്നില്ലേ, അമ്മ തന്നെ എടുത്തോളാം എന്ന് അമ്മ ഇപ്പോൾ എടുത്തു. എന്നിട്ട് വന്നിട്ട് അവള് പറയാ അപ്പം അമ്മ നാണ അത് ചെയ്ത് അമ്മ തന്നെ ചെയ്തോളൂ അല്ലേ, അപ്പം നാണ ഇനി ചെയ്യാന്ന്. അവിടെ തരികട പഠിച്ചു. വാവക്കുട്ടിയുടെ കാലിൽ മുറിയായത് ഭയങ്കര ഒരു ഫീലിംഗ് ആയിട്ടുണ്ട്. ഏകദേശം ഇത്ര ഉണ്ട് ആ മുറിയുടെ വലിപ്പം. അതിപ്പോൾ നമ്മുടെ കാലിലൊക്കെ ആണെങ്കിൽ ഏകദേശം ഇത്രയും വലിയൊരു മുറിക്ക് സമാനമായിട്ടുള്ള വലുപ്പമാണത്. എന്തെങ്കിലും ആയിട്ടൊരു കുഴപ്പമുണ്ടാകും, ഒന്നില്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് വീഴും, അല്ലെങ്കിൽ അതുപോലെ മുറിയാക്കിയിട്ട് വരും. വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. അവൾക്കുള്ളൊരു ശാപം പോലെയാണ്. ഒരു കുഴപ്പമില്ലാത്ത സ്ഥലത്ത് പോയിട്ട് ആൾ വീഴും. എന്തായാലും ഇത്രയും നേരം കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഒന്നും ആയിട്ടില്ല. അപ്പോൾ അത് 6 മണി ആവാറായി, ഡിന്നർ കഴിക്കാറായി. അത് കഴിഞ്ഞതിന് ശേഷം എഗൈൻ വർക്ക് ചെയ്യണം, ഇന്ന് തന്നെ സാധനം അയച്ചു കൊടുക്കണം. വ്ളോഗ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വ്ളോഗ് ചെയ്യാനായിട്ടൊന്നും നേരം തന്നെ കിട്ടിയിട്ടില്ല. പക്ഷേ ഡെയിലി വ്ളോഗ് നമ്മൾക്ക് മുടക്കാൻ പറ്റാത്ത സ്ഥിതിക്ക് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കും. ഭയങ്കര ഫീൽ ആയിട്ടുണ്ട്. എത്ര ആഗ്രഹിച്ചാൽ ഞാൻ വാങ്ങിച്ചു കൊടുത്തത്, അത് വെച്ചിട്ടാണ് അതിൻ്റെ കാല് മുറിയെന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടമായിട്ടുണ്ട്. ഇപ്പം എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? ഇതൊക്കെ ഞാൻ ദോശ ഉണ്ടാക്കി തരട്ടെ? ഞാൻ കഴിച്ചു. കഴിച്ചു? പേരയ്ക്ക മാത്രം മുറിച്ചായിരുന്നു. ഒന്നുപോലെ അന്ന് 4 വാങ്ങിച്ച് ഞാൻ കിട്ടണത് എടുത്തുകൊണ്ട് പോന്നു. ഇപ്പൊ തന്നെ ആയി 1000ന്റെ മുകളിൽ ബില്ല്. 4 അങ്ങനെ 2 ദിവസം ഉണ്ടാവില്ലേ? എല്ലാ വീടിലുണ്ട്, താഴ്ത്തിരുന്നിട്ട് കാട്ടിക്കൂട്ടുന്നൊക്കെ. അണ്ണ ഞാൻ കാണിക്കൂട്ടോ, ഈ ഡ്രസ്സ് ഇല്ലാതെ ഇരിക്കണോ ഉണ്ടോന്നൊന്നും ഞാച്ചാൻ നോക്കൂല, നേരെ കാണിച്ചു കൊടുക്കുക എല്ലാവർക്കും. ആ ഇവിടെ താഴത്തുണ്ട്, തുണിയിലാണ്ട് ഇരിക്കുക. എന്നിട്ട് ഇവിടെ അച്ഛന്റെ മുണ്ട് പൊക്കുക. ഇതൊക്കെ പറയല്ലേ വികൃതി വാവ, എല്ലാ കുസൃതിയും കയ്യിലുണ്ട്. വാവായിട്ട് നമുക്കാ സങ്കടം. അതിന് ഒരു അവള് ഫുള്ള് ഹാപ്പി ആയിട്ടായിരിക്കുന്നത്. ഭയങ്കര ഫീൽ ആയിട്ടുണ്ടെന്ന്. അത് ലെമണിൽ വെച്ച് കഴുകിയിട്ട് നല്ല വൃത്തിയായി, പക്ഷെ ഇത് ഇട്ട് കൊടുക്കാൻ പോണില്ല അതിന്. അതിന്റെ ബാക്ക് സൈഡ് തട്ടിയിട്ട് വേറെ നോക്കാം എപ്പോഴെങ്കിലും. 6:20 നമ്മളെ ദോശ റെഡിയായി. പിന്നെ ഇതാ കറിയുണ്ട്. ഇത് പിന്നെ ഉച്ചയ്ക്ക് വെച്ച കറി തന്നെയാണ്, മോര് കറി. നമ്മുടെ മത്തങ്ങയൊക്കെ വെച്ചിട്ടുള്ള കറിയാണ്, രസമുണ്ട്. ഒരു 8 മണി 8:30 മണി വരെങ്കിലും നമുക്ക് വർക്ക് ചെയ്യാണ്ട്, അത് കഴിഞ്ഞതിന് ശേഷം വ്ളോഗിലേക്ക് തിരിച്ചു വരാം. വ്ളോഗ് ഒന്ന് വളരെ കുട്ടി വ്ളോഗായിരിക്കും. അങ്ങനെ ഇതാ പേരക്ക മുറിച്ചിട്ടുണ്ട്, ഗൊയ്യ അമ്മുവിനും കുട്ടിക്ക്. ഇത് കഴിക്കുകയാണെങ്കിൽ ഫൈബർ കണ്ടന്റ് കൂടുതലുള്ളതുകൊണ്ട് വയറ്റിൽ നിന്ന് പോകാൻ നല്ലതാണ്. ഇന്നെന്താ പൊട്ടൊക്കെ വലിച്ചിറങ്ങിയല്ലോ? അയ്യോ നന്നല്ലേ? അതൊന്നും കുഴപ്പമില്ല. എന്റെ വേർപ്പാണേ. നോക്കൂ, എന്റെ കുട്ടിക്ക് ഫസ്റ്റ് മീറ്റം പേപ്പർ കിട്ടിയിരിക്കുന്നു. ഹിന്ദി മാത്രം കിട്ടിയിട്ടില്ല, നാളെ കിട്ടും തോന്നുന്നു. എല്ലാത്തിലും A+. 25, 23, 25. വെരി ഗുഡ്. 25-ന് 23. 2 മാർക്ക്. അതൊരു വലിയ കുറവേ അല്ല. അതില്ല, എല്ലാത്തിലും ഇതേ റേഞ്ചാ. ഇത് ഇതിലാണ് മാത്സിൽ കേട്ടോ. ഓ ഞാൻ അടിയിൽ വേറെ ഉണ്ടോ? കാണിക്കൂ. അടുത്തത് EVSൽ 24. ഓ 96%. വാവ്, A+. A1 ആണ്. എടുത്തോ? അടുത്തത് നോക്ക്, ഇംഗ്ലീഷ് 22, 25-ന് 88%. സൂപ്പറാണേ. ഇതെന്താണ്? തമിഴ് 23, 25-ന്. സൂപ്പർ. ഹിന്ദി മാത്രം കിട്ടിയിട്ടില്ല, നാളെ കിട്ടൂല ചൊത്തെ, നാളെ നോക്കാം. അത് അച്ഛൻ്റെ സബ്ജക്റ്റ്, അത് 100-ൽ 100 ഉണ്ടാവും. കൺഗ്രാറ്റ്സ് ബേബി. സൂപ്പർ വാവേ, സൂപ്പർ. പൊളിച്ചു. എന്തത് തീവണ്ടിയോ? എടുത്ത് വെക്കി മുത്താ. ട്രെയിനാ? പണി വേഗം കഴിഞ്ഞ വെച്ചാൽ നമുക്ക് പണി വേഗം കഴിച്ചിട്ട് കിടന്നൂടെ? ഹോംവർക്ക് കഴിഞ്ഞോ? ഹോംവർക്ക് കഴിഞ്ഞു, ട്യൂഷൻ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. നാളേക്കുള്ള സാമ്പാർ ഉണ്ടാക്കാൻ പറയുന്നുണ്ട് അമ്മയും വൈഫും. എന്നാൽ പിന്നെ നാളെ കുറച്ച് റിലീഫ് ആവുമല്ലോ. കാരണം രാവിലെ നല്ല ചൂടല്ലേ, ഉണ്ടാക്കലും കഷ്ടമാണ്, ബുദ്ധിമുട്ടുമാണ്. ദോശ ഉണ്ടാക്കിയിട്ട് മതി സാമ്പാറെന്ന്, വിശക്കുണ്ട്. അങ്ങനെ സെക്കൻഡ് ഡിന്നറിന് സമയമായി. വാക്കുട്ടി അവിടെ കടന്ന് കാർട്ടൂണും കണ്ടുകൊണ്ടിരിക്കുകയാണ്. എനിത്തിങ് ഗുഡ് ന്യൂസ് ടുഡേ? ഗുഡ് ന്യൂസ്, കുട്ടിയുടെ മാർക്ക് തന്നെ, വേറെ ഒന്നുമില്ല. അവിടെ കാലും ഒക്കെ ഇപ്പോൾ മരുന്ന് പറ്റിയിട്ടുണ്ട്. അമ്മ വളരെ പ്ലസന്റ് ആയിട്ട് നിൽക്കുന്നു. ഒരാൾ കമന്റ് ചെയ്തിരിക്കുന്നു, എന്താണ് അമ്മുവിന്റെ മുഖത്ത് ഒരു സംതൃപ്തി ഇല്ലാത്തത്? വൈ യു ആർ നോട്ട് സാറ്റിസ്ഫൈഡ് എന്നുള്ളതാണ് ചോദ്യം. ഒന്നുമില്ല, വയ്യായ്മ ഉണ്ട്, പണി എടുക്കണം. മുഖത്തൊരു തൃപ്തി ഇല്ലായ്മ ഉണ്ട് അത്ര ജീവിതത്തിൽ. എന്താണ് എന്റെ കൂടെ ജീവിച്ചിട്ട് തൃപ്തി ഇല്ലാണ്ടായോ? പറയാ. ചൂടും സഹിക്കാൻ. എന്താ കുട്ടിയുടെ പ്രശ്നം?
എന്താ കുട്ടിയുടെ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട്. പറഞ്ഞിട്ടൊന്നുമില്ല, ഒന്നുമില്ല. ഈ വയ്യ അതന്നെ. മലയാളിയാണോ എന്നൊരു ചോദ്യം ചോദിച്ചു. ആ ആള് തന്നെ അല്ലാന്ന് പറഞ്ഞോളൂ. നല്ല 916 തമിഴത്തിയാണെന്ന് പറയട്ടെ. പറഞ്ഞോളേ. ഞാൻ ബോൺ ബ്രോട്ടപ്പ് ചെന്നൈ. അപ്പൊ അതിൻ്റെ എല്ലാ ചില കുറവുകളൊക്കെ മലയാളത്തിൽ കാണും ചിലപ്പോൾ. ഇല്ലാന്ന് പറഞ്ഞോളൂ, കുഴപ്പമില്ല. പിന്നെ എനിക്ക് വയ്യായ്മ ഉണ്ട്, ഭയങ്കര ക്ഷീണമുണ്ട്. ഈ എന്താ പറയാ, ചൂട് തീരെ സഹിക്കാൻ വയ്യ, ശ്വാസം മുട്ടല്, അങ്ങനെയൊക്കെ വരുമ്പോൾ അത് പ്രഗ്നൻസിയുടെ ഹോർമോണൽ ചേഞ്ചസ്, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉള്ള കാരണം വരുന്ന ഇതാണ്. എനിക്ക് ശരിക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല വ്ളോഗിൽ. ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കാൻ ആഗ്രഹമുണ്ട്, ചിരിച്ചുകൊണ്ടിരിക്കണം, പക്ഷെ പറ്റുന്നില്ല. അതാണ് റീസൺ, അല്ലാതെ പറയാനായിട്ട് വേറെ ഒന്നും കാണുന്നില്ല. അങ്ങനെതാ വാ കുട്ടേരി അമ്മോൻ്റെ എല്ലാവരുടെയും ഫുഡ് കഴിക്കൽ കഴിഞ്ഞു, ഡിന്നർ കഴിഞ്ഞു. 9:20 അവസാനം ഇപ്പം ഞാൻ അവസാനം ഇപ്പം ഞാൻ മാത്രമായി. എനിക്ക് സാമ്പാറിൻ്റെ പണിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. നൈസ് പണി. സാമ്പാറിൻ്റെ പണി കിട്ടിയിരിക്കുകയാണ്, 8ന്റെ പണി പോലെ. എന്താ പ്രശ്നം? ഇവിടുന്ന് അങ്ങോട്ടായിട്ട് ഇടാ, കഴുകി വെച്ചോണ്ട് എന്നെ കൊണ്ടാവില്ല. മിക്സി വേണം, ഞാൻ കഴുകിക്കോളാം. എന്നെ കൊണ്ടാവില്ല. അപ്പം പ്ലേറ്റ്, ഞാൻ കഴിച്ച പ്ലേറ്റ് കഴുകും. കണ്ടോ എല്ലാ റെക്കോർഡും കുത്തല്ലേ. ഇപ്പം നടക്കും. എന്താ നോക്കി നടക്കാത്തേ? അമ്മ അതിൽ കൂടെ പോയില്ലോ, അതാണ്. അമ്മ അവിടെ തന്നെ ഉള്ളത്. കൂടെ ചാടി മതിലിന്റെ മോൾ കൂടെ ചാടി കടന്നു പോയാലോ? അപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് നീച്ച് വരുമ്പോ ഒരു പിടുത്തം പിടിക്കും, ബ്രേക്കിങ്. അപ്പം അതുകൊണ്ട് എങ്ങനെയുണ്ട് പിടിച്ച് വരുന്നു, കുറച്ചുകൊണ്ട് നടക്കുമ്പോൾ ഒന്ന് റിലീസ് ആവും. അങ്ങനെ ചൊത്ത് കുടിച്ചിരിക്കുന്നു കേട്ടോ, കണ്ടോ? ഒറ്റയ്ക്ക് വാറ് വായിൽ തരാതെ ഒറ്റയ്ക്ക് ഒരു ഗ്ലാസ് മുഴുവൻ കുടിച്ചു. 1 ലക്ഷം വേയല്ല, 10 വയ മതി. 10 വായ, 10 വട്ടം സോറി, താങ്ക് യു പറയാം. താങ്ക് യു, 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 മെല്ലെ മെല്ലെ പറയാം. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, എഴുതി നോക്കാം. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. എന്താ അവസ്ഥ? നന്നായി. വെളിച്ചെണ്ണയുടെ കുറവുണ്ട്, ഒന്ന് ഒഴിച്ച് തന്നാൽ അപ്പം പറയാം. ഇത് സൂപ്പറായിട്ടുണ്ട്. ഉള്ളി വെളിച്ചെണ്ണ ബാക്കി. ഇവിടെ തൊട്ട് നിൽക്കുന്ന ആള് പറയൂ. നല്ല രസമുണ്ട്. രസമുണ്ടോ? ടേസ്റ്റ് ഉണ്ടോ? എല്ലാം പാകത്തിനെ നമുക്ക് അത്രേ പാടുള്ളൂ. നാണക്കുട്ടി എടുക്കണം. ചൊത്ത് വായിലെ ചോക്ക് വാ. അവിടെ നായി ഇവിടെ വന്നില്ലേ? ഇതാ. ഇതിനെന്താ വട്ട? അത് കൂട്ടിയിരിക്കണോ? പോണ്ട. അത് തുറന്നോളൂ. ഇവിടെ വന്നിട്ട് അമ്മയുടെ പാത്രത്തിൽ നിന്ന് എടുക്ക്. പാത്രത്തിലാക്കിത്താ. അമ്മയുടെ പാത്രത്തിൽ രണ്ടാക്കും കൂടി. എല്ലാവർക്കും പാത്രത്തിലല്ലേ ആക്കിയിരിക്കുന്നത്. ഉണ്ടാക്കി മാത്രം എന്നെങ്കിലും ഒന്ന് ആക്കണ്ടേ? ശരി, ഞാൻ തരാം. ഇഷ്ടായോ? എന്താ കുറവ്? പുളി ഉണ്ടോ? എനിക്ക് ഇഷ്ടായിട്ടില്ല. മാവയ്ക്ക് ഇഷ്ടായോ? ആ, മുത്തശ്ശിക്ക് ഇഷ്ടായോ? ആ ഇഷ്ടായി, ഇഷ്ടായി. പിന്നെ എന്തിനാ മാവ് നടറിഞ്ഞ മുത്തശ്ശിക്ക് ഇഷ്ടായില്ല? ബാക്കി ഒക്കെ കഴിഞ്ഞല്ലോ. എന്തൊരു കഷ്ടമാണ്. പൊത്തിപ്പിടിച്ച് കയറി നോക്ക്. അവിടെ കണ്ടോ? കാലം മുറിയത് കണ്ടല്ലോ. അതെന്തായി? ഇമ്മ മരുന്ന് തട്ടിയില്ലേ? ഉണങ്ങി തുടങ്ങിയല്ലോ. ഉണങ്ങി തുടങ്ങി മാവ്. ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇപ്പം ലെവലാവും അത്. കുട്ടി, നമുക്ക് വ്ളോഗ് എൻഡ് ചെയ്യാം. സാമ്പാർ നന്നായിച്ചു. സാമ്പാർ നന്നായാ? നാളെ സാമ്പാർ സ്കൂളിൽ കൊണ്ടുപോയാക്ക. നാളെ സ്കൂളിൽ കൊണ്ടുപോകും സാമ്പാർ. പിന്നെ അത് കഴിച്ചിട്ട് വരും. കഴിച്ചിട്ട് വരും. ആർക്ക് ഇഷ്ടമുള്ളത് പറ, ഇല്ലെങ്കിൽ എന്ത് ചെയ്തു? ഇന്നത്തെ എല്ലാവർക്കും മറന്നാ? ഇഷ്ടമായി എന്ന് വിചാരിക്കണോ? ഇന്നത്തെ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടം ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റുള്ളവർ പിന്നെ കാണാം. ബൈ.